എല്ലാവർക്കും പ്രയാസം ബുദ്ധിമുട്ടാണ് ഇതുപോലെ ജംഗ്ഷനുകൾ വരുന്ന സമയത്ത് വണ്ടി ഒരുപാട് കാണുന്ന സമയത്തൊക്കെ വണ്ടി എങ്ങനെയാണ് കൃത്യമായിട്ട് നിർത്തിയെടുക്കേണ്ടത് എന്നുള്ളത്. നിങ്ങളൊരു വാഹനം ഒരുപാടുള്ള സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടോ, നമ്മൾ നിർത്തി കൊടുക്കുക, ക്ലച്ചും ബ്രേക്കും ചവിട്ടി, എന്നിട്ട് നമ്മൾ നിന്ന വണ്ടിയാണ് ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കുക. നമുക്കിപ്പോൾ ലെഫ്റ്റിലേക്ക് പോയിട്ട് റൈറ്റിലോട്ടാണ് തിരിയേണ്ടത്. അപ്പൊ നമുക്ക് വാഹനത്തിന്റെ ആ ഒരു ഡിസ്റ്റൻസ് അനുസരിച്ച് മാത്രം പതിയെ പതിയെ എന്ത് ചെയ്യാം, ബ്രേക്ക് മാറ്റി ക്ലച്ച് പതിയെ പതിയെ എടുത്ത് നിങ്ങൾ ക്ലച്ച് നിർത്തി ഓടരുത്. ഞാനിപ്പോൾ ലെഫ്റ്റിലേക്ക് എടുത്ത് എനിക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിയണം. ഞാൻ അപ്പോൾ സെന്റർ ഭാഗത്തേക്ക് വന്നു, ഞാൻ ഇവിടെ നിർത്തി വെച്ചു, കണ്ട ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി. അവിടുത്തെ വാഹനങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നമ്മൾ തിരുതി വിപ്രളൊന്നും വെക്കേണ്ട കാര്യമില്ല. എനിക്ക് ഗ്യാപ്പ് കിട്ടുന്നത് ഞാൻ പതിയെ 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 ബ്രേക്ക് ചെയ്ത് മാറ്റി ക്ലച്ച് മെല്ലെ മെല്ലെ നിങ്ങൾ ക്ലച്ച് എന്നിട്ട് ഓടുകയും ചെയ്യരുത്. നമുക്ക് വീലൂടെ തിരിഞ്ഞിരുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് നമുക്ക് ഫുള്ളായിട്ട് എടുത്ത് വിട്ടാൻ ശ്രമിക്കും, വാഹനത്തിന് സ്പീഡ് കൂടും. വാഹനം അതായത് നമ്മുടെ വീല് നേരെ ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ക്ലച്ചിൽ നിന്ന് മുഴുവനും എടുക്കാവൂ. അല്ലാതെ വണ്ടിക്ക് വാഹനത്തിന് ഭയങ്കര സ്പീഡായിരിക്കും. നമ്മള് ഒരു വളവ് തിരിച്ച് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിലും ആ ഒരു വാഹനം എന്തായിരിക്കും, ഭയങ്കര സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടാത്തതിന്റെ കാരണം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും, വാഹനങ്ങളൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് നിങ്ങൾ പെട്ടെന്ന് എടുത്ത് തിരിക്കാൻ നോക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺട്രോൾ കിട്ടാതെ വരുന്നത്. അപ്പൊ നമ്മൾ ഒരു വാഹനം തിരിച്ച് വാഹനം നേരെ ആയി എന്ന് കണ്ടാൽ മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ക്ലച്ചിൽ നിന്നും മുഴുവനായിട്ട് എടുത്ത് വിടാവൂ. അതിനുശേഷം നമ്മുടെ കയ്യിൽ തന്നെയാണെന്നുണ്ടോ ഉറപ്പായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ അടുത്ത ഗിയറുകളും എടുത്ത് പോകാം. അതുപോലെ തന്നെ ഇങ്ങനെ ആൾക്കാരെ വാഹനങ്ങളെയൊക്കെ കാണുമ്പോൾ ഓരോരുത്തർക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്പീഡ് നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. നമ്മളോട് എല്ലാവരും പറയാം 5ാമത്തെ ഗിയർ ഇട്ട ഡ്രൈവറാണ്. നമ്മളൊരു 5ാമത്തെ ഗിയർ ഇട്ടുകൊണ്ടൊന്നും ഡ്രൈവർ ആകുന്നില്ല. നമുക്ക് ഒരു വാഹനത്തിന്റെ കൺട്രോൾ 1ാമത്തെ ഗിയറിൽ എന്താണോ ചെയ്യുന്നത് അതേ ഉള്ളൂ ഇനി 5ാമത്തെ ഗിയറിലും ചെയ്യാനുള്ളൂ. നമ്മളൊരു പേര് എഴുതുമ്പോൾ തന്നെ നമ്മൾ സ്പീഡിൽ എഴുതിയാലും നോർമൽ സ്പീഡിൽ എഴുതിയാലും അതുപോലെ തന്നെ സ്ലോയിൽ എഴുതിയാലും അക്ഷരം കൂടുന്നുമില്ല കുറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ 1ാമത്തെ ഗിയറിൽ തന്നെ നമ്മൾ ക്ലച്ച് ബ്രേക്ക് ഒക്കെയാണ് വണ്ടി സ്റ്റിയറിംഗും ഗിയറും കൊണ്ടൊക്കെയാണ് വണ്ടി ഓടിക്കേണ്ടത്. നമ്മുടെ കൈയും കാലിലും ആ ഒരു വഴക്കവും ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക് കൈക്കും കാലിനും സ്പീഡായി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന അടുത്ത ഗിയറിൽ നമ്മൾ സ്പീഡിൽ പോകുന്നതാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും 5ാമത്തെ ഗിയർ ഇട്ടുകൊണ്ട് എന്താകുന്നില്ല, സ്പീഡ് ആകുന്നില്ല. അപ്പൊ നമ്മുടെ കൈ തന്നെയാണ് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യും, നിങ്ങൾ ഓരോ ഗിയറുകൾ ഇതുപോലെ എന്ത് ചെയ്യോ ഇടാവും. ഇപ്പൊ ഗിയറുകൾ ഇടുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ആദ്യമേ ഗിയറിലേക്ക് കയറി പിടിക്കരുത്. നമുക്ക് ഗിയർ ഇടാൻ വേണ്ടി ക്ലച്ച് വേണം. അപ്പൊ ആ ക്ലച്ച് ചവിട്ടി ഉറപ്പ് വരുത്തിയതിനു ശേഷം ഏത് ഗിയറാണ് നിങ്ങൾ ഇനിയിപ്പോ ഇടുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ വരണം. ഇന്ന ഗിയർ ആണ് ഇടേണ്ടത്. അപ്പൊ ഇന്ന ഗിയർ ഏത് ഭാഗത്താണ് കിടക്കുന്നത് ആ ഭാഗത്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഗിയർ ഇടുക. അതുപോലെ തന്നെ ഇപ്പൊ ഈ വാഹനം രണ്ട് സൈഡിലും ഫ്രണ്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പീഡിൽ പോയി നിങ്ങൾ പെട്ടെന്ന് വെപ്രാളം പിടിച്ച് പോകരുത്. നമുക്ക് സ്ലോ ചെയ്യണമെങ്കിൽ ബ്രേക്ക് സ്ലോ ചെയ്ത് ക്ലച്ച് ചവിട്ടി ഗിയർ ഒക്കെ ഡൗൺ ചെയ്ത് പതിയെ പതിയെ എന്ത് ചെയ്യുക, നിങ്ങൾ പോവാ. നിങ്ങൾക്ക് ഫ്രണ്ടിലെ അതായത് ഒരു സ്പേസ് കുറവുള്ള സംഭവത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആക്സിലേറ്ററിന് കാല് മാറ്റി വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഓടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് വെപ്രാളം തിരുന്നി വെച്ച് എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓടിക്കരുത്.